ഇന്നൊരു ബ്രൈഡൽ ഹെന്ന സർവീസാണ്. രാവിലെ ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. ഒരു ഇച്ചിരി ലേറ്റായിപ്പോയി. വീടിനടുത്ത് തൊട്ടടുത്താണ്. ഒരു 1 1/2 കിലോമീറ്റേഴ്സ് ട്രാവലേ ഉള്ളെങ്കിലും ഗൂഗിൾ മാപ്പ് ഒന്ന് എന്നെ ചുറ്റിച്ചായിരുന്നു. ഈ റോഡ് സൈഡ് വീടായിരുന്നിട്ട് കൂടിയും എന്നെ ഒന്ന് കറക്കിയാണ് വീട്ടിലെത്തിച്ചത്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെന്ന ഉടനെ തന്നെ ഹെന്ന സർവീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റിലേറ്റീവാണ്. ആൾക്ക് കുറച്ച് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാക്സിമം പറ്റുന്ന രീതിയിലൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ടാസ്ക് എന്ന് വെച്ചാൽ ബ്രൈഡിന് കുറച്ച് അലർജിറ്റിക് ആയതുകൊണ്ട് ആൾക്ക് വാക്സ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് വാക്സ് ചെയ്തില്ല. നമ്മൾ വാക്സ് ചെയ്യാതെയാണ് അതിൻ്റെ മുകളിൽ കൂടാണ് മെഹന്തി വരച്ചത്. അത് കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ നമുക്ക് വരയ്ക്കാൻ. കുറച്ചധികം ഡിഫിക്കൽട്ടാണ്. ഉദ്ദേശിക്കുന്ന ഡിസൈൻസ് ഒന്നും നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വരയ്ക്കുന്ന ഡിസൈൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മെഹന്തി ടച്ച് ലൈക്ക് രോമത്തിൽ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. ഒരു ഉദ്ദേശിക്കുന്ന പെർഫെക്ഷനോ ക്ലീനോ ഒന്നും നമ്മളെ സർവീസിനും വർക്കിനും വരത്തില്ല. അപ്പോൾ ഈ രോമം കിടക്കുന്നതുകൊണ്ടാണ്. അപ്പം എനിക്ക് ഫ്യൂച്ചറിലുള്ള ബ്രൈഡ്സിനോട് പറയാനുള്ള ഇതാണ്, നിങ്ങൾ ഈ വാക്സിൽ അലർജറ്റിക് ആണെങ്കിൽ ഒരു കുറച്ച് ഡേയ്സ് മുമ്പ് തന്നെ ഒന്ന് വാക്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഷേവിങ്ങെങ്കിലും ചെയ്യുക. ബിക്കോസ് അതും ചെയ്തില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് മെഹന്തി വരയ്ക്കാൻ പറ്റില്ല. നമ്മൾ വരയ്ക്കുമ്പം മെഹന്തി അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ആവും, അല്ലെങ്കിൽ ക്ലീൻ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്കും ഒരു വിഷമമാവും, നമുക്കും ഒരു വിഷമമാവും. സോ എല്ലാവരും അതൊന്ന് മൈൻഡിൽ വെക്കുക. വാക്സ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷേവെങ്കിലും ചെയ്യുക. പക്ഷേ നമ്മൾ ബ്രൈഡിൻ്റെ കയ്യിൽ നമ്മൾ അടിപൊളിയായിട്ട് വരച്ചു. കാര്യം ആളുടെ കയ്യിൽ കുറച്ച് രോമേ ഉള്ളായിരുന്നു കേട്ടോ, വളരെ കുറച്ചേ ഉള്ളായിരുന്നു. അപ്പം ഞാൻ ഈ പറയുന്നത് എൻ്റെ ഫ്യൂച്ചർ ബ്രൈഡ്സിന് വേണ്ടിയിട്ടാണ്. സോ നമ്മളൊരു കുഞ്ഞു മോളും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ, ആൾക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഹെയറേ ഉള്ളെന്നും പറഞ്ഞ് ആരും വാക്സ് ചെയ്യാതിരിക്കരുത്. മാക്സിമം ഷേവെങ്കിലും ചെയ്യുക.